വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നടന്ന ഒരു PSC എക്സാമിന്റെ ക്വസ്റ്റ്യനും ആൻസറാണ് നോക്കുന്നത്. 20 ഇംഗ്ലീഷ്, 20 മലയാളം, 10 GK ആണ് ഇതിലുണ്ടായിരുന്നത്. അതിൽ 10 GK ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ്. അത് മലയാളത്തിൽ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ കോഡ് 115/2024. പിന്നെ കോഡ് വരുന്നത് B ആണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു. രണ്ടാമത്തെ പ്രസ്താവന, ഉത്തർപ്രദേശിലെ കർഷകർ ബ്രിട്ടീഷുകാരുടെ ചരക്കുകൾ എടുക്കാൻ വിസമ്മതിച്ചു. ഉത്തർപ്രദേശിലെ കർഷകർ ബ്രിട്ടീഷുകാരുടെ ചരക്കുകൾ എടുക്കാൻ വിസമ്മതിച്ചു. മൂന്നാമത്തെ പ്രസ്താവന, 1922 ചൗരി ചൗര സംഭവം നടന്നത് ഗുജറാത്തിലാണ്. 1922 ചൗരി ചൗര സംഭവം നടന്നത് ഗുജറാത്തിലാണ്. 3 പ്രസ്താവനകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. തെറ്റ്, ബന്ധപ്പെടാത്ത പ്രസ്താവന. ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചു. അത് ശരിയാണ്. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ശരിയാണ്. നിസ്സഹകരണം, ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്, ഉത്തർപ്രദേശിലെ കർഷകർ ബ്രിട്ടീഷുകാരുടെ ചരക്കുകൾ എടുക്കുന്നതിൽ വിസമ്മതം രേഖപ്പെടുത്തി. ബ്രിട്ടീഷുകാരുടെ ചരക്കുകൾ എടുക്കുന്നതിൽ കർഷകർ എന്ത് ചെയ്തു? വിസമ്മതിച്ചു. അപ്പൊ അതും ശരിയായ പ്രസ്താവനയാണ്. നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇനി മൂന്നാമത്തെ പ്രസ്താവനയാണ് ഇതിൽ ബന്ധപ്പെടാത്തത്. അതിങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. 1922 ചൗരി ചൗര സംഭവം നടന്നത് ഗുജറാത്തിലെന്നാണ്. തെറ്റായ പ്രസ്താവനയാണ്. 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം ആണ് നടന്നത്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശിലാണ്. അപ്പൊ അതാണ് അവിടെ തെറ്റിപ്പോയത്. ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടക്കുന്നത്. നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചോദിച്ചാലും ഏത് തന്നെയാണ്? ചൗരി ചൗര സംഭവമാണ്. അപ്പൊ ഇതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് തന്നിട്ടുള്ളത്. കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഞാൻ ആദ്യം ആ 4 പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് പറയാം. 1 ക്ഷേത്രപ്രവേശന വിളംബരം, 2 വൈക്കം സത്യാഗ്രഹം, 3 പാലിയം സത്യാഗ്രഹം, 4 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. അപ്പൊ ഇതിനെ കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കാം. ആദ്യം നമുക്ക് ഇത് ആദ്യം നടന്ന രീതിയിലുള്ള വർഷങ്ങൾ നോക്കാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഈ പറഞ്ഞതിൽ ആദ്യം വരുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, വർഷം 1888 ആണ്. ഇനി രണ്ടാമത് വരുന്നത് വൈക്കം സത്യാഗ്രഹം 1924. ഇനി മൂന്നാമത് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം, വർഷം 1936. ഇനി നാലാമത് വരുന്നത് പാലിയം സത്യാഗ്രഹം, വർഷം 1947. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 4, 2, 1, 3. ആദ്യം നടന്ന സംഭവം തന്നിട്ടുള്ളതിൽ ഏതെന്ന് ചോദിച്ചാൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ്. 1888 വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. വിത്ത് ഡേറ്റ് പറയുകയാണെങ്കിൽ 1924 മാർച്ച് 30 മുതൽ 1925 നവംബർ 23 വരെയാണ്. ഇനി മൂന്നാമത് നടന്ന സംഭവം പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഇനി നാലാമത് വരുന്നത് പാലിയം സത്യാഗ്രഹമാണ്. 1947-48 കാലഘട്ടങ്ങളിലാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഒന്നാമത്തെ പ്രസ്താവന, ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. രണ്ടാമത്തെ പ്രസ്താവന, വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് വാഗ്ഭടാനന്ദനാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് വാഗ്ഭടാനന്ദനാണ്. മൂന്നാമത്തെ പ്രസ്താവന, അഭിനവ കേരളം എന്ന മാഗസിൻ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. അഭിനവ കേരളം എന്ന മാഗസിൻ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. നാലാമത്തെ പ്രസ്താവന, അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ വാഗ്ഭടാനന്ദൻ അനുകൂലിച്ചു. അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ വാഗ്ഭടാനന്ദൻ അനുകൂലിച്ചു. ഇതില് വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം.
ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 1, 3, 4 പ്രസ്താവനകളാണ് ശരി. ഒന്നുകൂടെ നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. ശരിയായ പ്രസ്താവനയാണ്. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. വർഷം 1917. ഇനി രണ്ടാമത്തെ പ്രസ്താവന, വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് വാഗ്ഭടാനന്ദൻ എന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ആരുടേതാണ് വേദാധികാര നിരൂപണം? ചട്ടമ്പി സ്വാമികളുടെ പുസ്തകമാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രസ്താവന, അഭിനവ കേരളം എന്ന മാഗസിൻ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ശരിയായ പ്രസ്താവനയാണ്. 1921 അദ്ദേഹം അഭിനവ കേരളം എന്ന മാഗസിൻ ആരംഭിച്ചത്. ഇത് എന്തിന്റെ? ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് ഏതെന്ന് പറയുന്നത്? അഭിനവ കേരളം എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ പ്രസ്താവന, അപ്പൊ അഭിനവ കേരളം ആര്? വാഗ്ഭടാനന്ദൻ ആരംഭിച്ചു. ശരിയായ പ്രസ്താവനയാണ്. അടുത്ത നാലാമത്തേത്, അവർണരുടെ ക്ഷേത്രപ്രവേശനത്തെ ആര് അനുകൂലിച്ചു? വാഗ്ഭടാനന്ദൻ അനുകൂലിച്ചു. ശരിയായ പ്രസ്താവന. തന്നിട്ടുള്ളതിൽ 3 പ്രസ്താവനകൾ ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 3, 4 ആണ്. അടുത്തത് നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത്? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത്, സെക്കൻഡറി വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി നിയമിച്ച കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. എന്താണ് പറഞ്ഞത്? സെക്കൻഡറി എഡ്യൂക്കേഷനെ കുറിച്ച്, സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച കമ്മീഷനാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. അടുത്ത രണ്ടാമത്തെ പ്രസ്താവന, കോത്താരി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC സ്ഥാപിതമായത്. കോത്താരി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC സ്ഥാപിതമായത്. മൂന്നാമത്തെ പ്രസ്താവന, വിദ്യാഭ്യാസത്തിന് ഒരു പാറ്റേൺ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോത്താരി കമ്മീഷനെ നിയമിച്ചത്. വിദ്യാഭ്യാസത്തിനായി ഒരു പാറ്റേൺ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് കോത്താരി കമ്മീഷൻ രൂപീകരിച്ചത്. ഇതിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 3. അതായത് ഒന്നാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്, ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വിദ്യാഭ്യാസ കമ്മീഷനാണ്. സെക്കൻഡറി വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കാനാണ് നിയമിച്ചത്. ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് മൂന്നാമത്തെ പ്രസ്താവനയാണ് അടുത്ത് ശരിയായിട്ടുള്ളത്. അതെന്താണെന്ന് ചോദിച്ചാൽ, എന്താണ്? ഒരു പാറ്റേൺ, വിദ്യാഭ്യാസത്തിന് ഒരു പാറ്റേൺ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോത്താരി കമ്മീഷനെ നിയമിച്ചത്. അതും ശരിയായ പ്രസ്താവനയാണ്. കോത്താരി കമ്മീഷനെ നിയമിച്ച വർഷം 1964, 66 കാലഘട്ടങ്ങളിലാണ്. ഏതാണ് ആ പാറ്റേൺ എന്ന് ചോദിച്ചാൽ ഏതാണ്? 10+2+3. 10+2+3 എന്നതാണ് കോത്താരി കമ്മീഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തെറ്റായ പ്രസ്താവന ഏതായിരുന്നു? രണ്ടാമത്തേതായിരുന്നു. അതിങ്ങനെയായിരുന്നു, കോത്താരി കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC സ്ഥാപിതമായത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് UGC സ്ഥാപിതമായത്. 1948 ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 1953 UGC സ്ഥാപിതമാകുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യമായിരുന്നു നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 2 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രസ്താവന, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരങ്ങളിലെ ഓരോ കുടുംബത്തിലെയും മുതിർന്ന അംഗങ്ങൾക്ക് തൊഴിലുറപ്പ് നൽകുന്നു. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, PM പോഷൻ എന്ന പദ്ധതി ഗ്രാമങ്ങളിലെ ആളുകൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ PM പോഷൻ പദ്ധതി എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് PM പോഷൻ. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്, രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത് പറഞ്ഞത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരങ്ങളിലെ ഓരോ കുടുംബത്തിലെയും മുതിർന്ന അംഗങ്ങൾക്ക് തൊഴിലുറപ്പ് നൽകുന്നു. ശരിയായ പ്രസ്താവനയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റിപ്പോയത്. PM പോഷൻ പദ്ധതി ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അടുത്ത ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ചാണ് ഗൗതം ഗംഭീർ. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, BCCIയുടെ നിലവിലെ സെക്രട്ടറിയാണ് രാഹുൽ ദ്രാവിഡ്. BCCIയുടെ നിലവിലെ സെക്രട്ടറിയാണ് രാഹുൽ ദ്രാവിഡ്. അത് തെറ്റായ പ്രസ്താവനയാണ്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന, BCCIയുടെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത് റോജർ ബിന്നിയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന 1, 3 ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 3. ഒന്നുകൂടി ഉത്തരം പറയാം. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഹെഡ് കോച്ച് എന്ന് പറയുന്നത് ഗൗതം ഗംഭീർ ശരിയാണ്.
അടുത്ത BCCIയുടെ നിലവിലെ സെക്രട്ടറി എന്ന് പറയുന്നത് രാഹുൽ ദ്രാവിഡ് എന്നായിരുന്നു. തെറ്റായ പ്രസ്താവനയാണ്. നിലവിൽ BCCIയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് ജയ്ഷാ ആണ്. അടുത്ത മൂന്നാമത്തേത് BCCIയുടെ നിലവിലെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ റോജർ ബിന്നിയാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഒന്നാമത്തെ പ്രസ്താവന, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഹിമാദ്രി. ശരിയായ പ്രസ്താവനയാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഹിമാദ്രി. ശരിയായ പ്രസ്താവന. അടുത്ത രണ്ടാമത്തേത്, ഹിമാദ്രിയുടെ ശരാശരി ഉയരം 4000 മീറ്റർ ആണ്. തെറ്റായ പ്രസ്താവനയാണ്. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത മൂന്നാമത്തെ പ്രസ്താവന, ഹിമാചലിന്റെ വടക്ക് ഭാഗത്താണ് സിവാലിക് സ്ഥിതി ചെയ്യുന്നത്. അതും എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഹിമാചലിന്റെ തെക്ക് ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? സിവാലിക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ശരിയായ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു. എന്താണ്? ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം എന്ന് പറയുന്നത് ഹിമാദ്രിയാണ്. ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ 1 മാത്രം ശരി. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്: മഴയെ ആശ്രയിച്ചുള്ളതും വേനൽക്കാലത്ത് വരൾച്ച അനുഭവപ്പെടുന്നതുമായ നദികളാണ് ഉപദ്വീപീയ നദികൾ. മഴയെ ആശ്രയിച്ചുള്ളതും വേനൽക്കാലത്ത് വരൾച്ച അനുഭവപ്പെടുന്നതുമായ നദികളാണ് ഉപദ്വീപീയ നദികൾ. ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഉപദ്വീപീയ നദികൾ ആഴം കൂടിയ ഗർത്തങ്ങൾ എന്ത് ചെയ്യുന്നില്ല? സൃഷ്ടിക്കുന്നില്ല. അതും ശരിയായ പ്രസ്താവനയാണ്. ഉപദ്വീപീയ നദികൾ ആഴം കൂടിയ ഗർത്തങ്ങൾ സൃഷ്ടിക്കുന്നില്ല. അത് പരന്നൊഴുകുന്നവയാണ് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. സമതലങ്ങളിലൂടെ ഒഴുകുന്നു. അതുകൊണ്ട് അത് ആഴം കൂടിയ ഗർത്തങ്ങളൊന്നും സൃഷ്ടിക്കുന്നില്ല. ശരിയായ പ്രസ്താവന. അപ്പം 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത 9ാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ? 3 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കിയത് DP ധർ ആണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് അല്ലെങ്കിൽ രൂപരേഖ തയ്യാറാക്കിയത് DP ധർ ആണ്. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഗ്രീൻ റവല്യൂഷൻ അതായത് ഹരിത വിപ്ലവം 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഹരിത വിപ്ലവം 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് തെറ്റായ പ്രസ്താവനയാണ്. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. മൂന്നാമത്തെ പ്രസ്താവന, 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം 5.6% കൈവരിച്ചത് 6.8%. അതും ശരിയായ പ്രസ്താവനയാണ്. 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് 5.6% വളർച്ചാ നിരക്കും കൈവരിച്ചത് 6.8% വളർച്ചാ നിരക്കുമാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ തന്നിട്ടുള്ളതിൽ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരി പറയുന്നത് 1ഉം 3ഉമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ വായിക്കാം. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കിയത് ആരാണ്? DP ധർ ആണ്. ശരിയായ പ്രസ്താവനയാണ്. അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഹരിത വിപ്ലവം ആരംഭിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അത് ശരിയായിട്ടാണ് പറഞ്ഞത്. അടുത്തത് മൂന്നാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 8ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച നിരക്ക് 5.6%, കൈവരിച്ചത് 6.8%. അടുത്തത് 10ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന്റെ നേതാക്കളും അവർ വിപ്ലവം നയിച്ച സ്ഥലങ്ങളുമാണ് തന്നിട്ടുള്ളത്. മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ട് വായിക്കാം. അതിൽ ഒന്നാമത്തെ വ്യക്തി നാനാ സാഹിബാണ്. നാനാ സാഹിബ് നേതൃത്വം നയിച്ചത് കാൺപൂറിലാണ്. രണ്ടാമത്തേത് മൗലവി അഹമ്മദുള്ള ഷാ. മൗലവി അഹമ്മദുള്ള എവിടെയാണ്? ഫൈസാബാദിലാണ് നേതൃത്വം വഹിച്ചത്. അടുത്ത മൂന്നാമത്തേത് ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയിലാണ് നേതൃത്വം നൽകിയത്. നാലാമത്തേത് ബീഗം ഹസ്രത്ത് മഹൽ ലക്നൌവിലാണ് നേതൃത്വം നൽകിയത്. 1857 വിപ്ലവത്തിന്റെ നേതാക്കളും സ്ഥലങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഇത് ഓർഡറിന് ശരിയായിട്ടാണ് പറഞ്ഞത്. ശരിയായ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. ഒന്നുകൂടി ഉത്തരം ശരിയായിട്ട് വായിക്കാം. നാനാ സാഹിബ് നേതൃത്വം നൽകിയത് കാൺപൂരിലാണ്. മൗലവി അഹമ്മദുള്ള ഷാ നേതൃത്വം നൽകിയത് ഫൈസാബാദിലാണ്. ബഹദൂർ ഷാ സെക്കൻഡ് നേതൃത്വം നൽകിയത് ഡൽഹിയിലാണ്. ബീഗം ഹസ്രത്ത് മഹൽ നേതൃത്വം നൽകിയത് ലക്നൌവിലാണ്. ഇത്രയായിരുന്നു 10 GK ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് 20 മലയാളം ചോദ്യങ്ങളാണ്. അപ്പോൾ 61ാമത്തെ ചോദ്യം തൊട്ടാണ് ഇതിൽ മലയാളം തുടങ്ങുന്നത്. 61ാമത്തെ ചോദ്യം, അഞ്ചാം പത്തി എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? അഞ്ചാം പത്തി എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, ഒറ്റുകൊടുക്കുന്നവൻ എന്നതാണ് അഞ്ചാം പത്തി എന്ന പ്രയോഗത്തിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അടുത്തത് 62ാമത്തെ ചോദ്യം, ഏത് പദത്തിന്റെ പര്യായമാണ് ജാതവേദസ്? ഏത് പദത്തിന്റെ പര്യായമാണ്
ജാതവേദസ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ അഗ്നി. ജാതവേദസ് എന്നാൽ അഗ്നി എന്നാണ് അർത്ഥം. അടുത്തത് 63ാമത്തെ ചോദ്യം. ശരിയായ വാക്യം ഏത്? 4 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ വാക്യം ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇതാണ്. ഞാനും നീയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. രണ്ടാമത്തേത്, സുനിത സത്യസന്ധയായിരിക്കുന്നത് കൊണ്ടാണ് അവളെ എല്ലാവരും വിശ്വസിക്കാൻ കാരണം. മൂന്നാമത്തേത്, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് ആധുനിക മലയാള കവിത്രയങ്ങൾ. നാലാമത്തേത്, അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു. ഇതിൽ ശരിയായ വാക്യം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടപുത്രി അവളായിരുന്നു ശരിയായ വാക്യമാണ്. ബാക്കി 3ഉം തെറ്റാണ്. എന്താണ് തെറ്റെന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു. ഞാനും നീയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഒരു വാക്യത്തിൽ അജഗജാന്തരം എന്നും വ്യത്യാസമെന്നും വേണ്ട, രണ്ടും ഒരേ അർത്ഥം വരുന്ന പദമാണ്. അപ്പൊ ശരിയാക്കാവുന്നത് ഞാനും നീയും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഞാനും നീയും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്ന് പറഞ്ഞാലും ശരിയാണ്. അടുത്തത് രണ്ടാമത്തെ ഓപ്ഷൻ ഇതായിരുന്നു. സുനിത സത്യസന്ധയായിരിക്കുന്നത് കൊണ്ടാണ് അവളെ എല്ലാവരും വിശ്വസിക്കാൻ കാരണം. ഇവിടെ എങ്ങനെയാണ്? സത്യസന്ധയായിരിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കാരണം എന്ന് പറയുന്നുണ്ട്. ഇത് ശരിയാക്കേണ്ടത് ഇങ്ങനെയാണ്. സുനിത സത്യസന്ധയായിരിക്കുന്നത് കൊണ്ടാണ് അവളെ എല്ലാവരും വിശ്വസിക്കുന്നത് എന്ന് ശരിയാക്കാം. അടുത്തത് മൂന്നാമത്തേത്, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് ആധുനിക മലയാള കവിത്രയങ്ങൾ. കവിത്രയങ്ങൾ എന്ന് പറയൂല, കവിത്രയം. 3 കവികളെയാണ് നമ്മൾ കവിത്രയം എന്ന് പറയുന്നത്. അപ്പൊ കവിത്രയങ്ങൾ എന്ന് ബഹുവചനം വേണ്ട, കവിത്രയം മതി. അപ്പൊ ശരിയാക്കേണ്ടത് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരാണ് ആധുനിക മലയാള കവിത്രയം. അടുത്തത് 64ാമത്തെ ചോദ്യം. തെറ്റായ പദം ഏത് എന്നാണ് ചോദ്യം. തെറ്റായ പദം ഏത്? 4 പദങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ പദം ഏത് എന്നാണ് ചോദ്യം. ഒന്നാമത്തേത് ഋഗ്വേദം, 2 യജുർവേദം, 3 സാമവേദം, 4 അഥർവവേദം. ഇതായിരുന്നു 4 ഓപ്ഷൻ. ഇതിൽ തെറ്റായ പദം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അഥർവവേദം. ഇങ്ങനെയല്ല അഥർവവേദം എഴുതേണ്ടത്. അഥർവവേദം രഥത്തിന്റെ ധായാണ് വരേണ്ടത്. അഥർവവേദം. ഇതിൽ ഏറ്റവും പഴക്കം ചെന്ന വേദമാണ് ഋഗ്വേദം നമുക്കറിയാം. സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദമാണ് സാമവേദം എന്നും അറിയാം. 65ാമത്തെ ചോദ്യം ഇതാണ്. ഡിസ്റ്റന്റ് ഡ്രം സൗണ്ട്സ് വെൽ എന്നർത്ഥം വരുന്ന മലയാള ചൊല്ല് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. കൈ അനങ്ങിയാലേ വായനങ്ങൂ, അടുത്ത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം, അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഡിസ്റ്റന്റ് ഡ്രം സൗണ്ട്സ് വെൽ, മലയാളം വരുന്നത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ബാക്കി വരുന്ന 3 ഓപ്ഷന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് എഴുതിയിട്ടിരിക്കുന്നത്. അതിൽ ആദ്യം വരുന്നത് കൈ അനങ്ങിയാലേ വായനങ്ങൂ. അതിന്റെ ഇംഗ്ലീഷ് ആണ് നോ ഗെയിൻസ് നോ പെയിൻസ്. കൈ അനങ്ങിയാലേ വായനങ്ങൂ, നോ ഗെയിൻസ് നോ പെയിൻസ്. അടുത്ത് വരുന്നത് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം, മെഷർ ഈസ് ട്രഷർ. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം, മെഷർ ഈസ് ട്രഷർ. അടുത്തത് അരമന രഹസ്യം, അങ്ങാടിപ്പാട്ട്. അതിന്റെ ഇംഗ്ലീഷ് ആണ് വാൾസ് ഹാവ് ഇയേഴ്സ്. അടുത്ത ചോദ്യം നോക്കാം. 66ാമത്തെ ചോദ്യം. ശരിയായ രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വാക്കിതാണ് സ്രഷ്ടാവ്. സ്രഷ്ടാവ് സ്രഷ്ടാവ് എന്നാണ് എഴുതേണ്ടത്. സ്രഷ്ടാവ്, ഇങ്ങനെയാണ് സ്രഷ്ടാവ് എന്ന് എഴുതേണ്ടത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. എന്നാൽ സൃഷ്ടി എന്ന് എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, സൃഷ്ടി. അടുത്തത് 67ാമത്തെ ചോദ്യം. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം അല്ലാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 4-5, രാപ്പകൽ, ജരാനര, യഥാവിധി. 4-5, രാപ്പകൽ, ജരാനര, യഥാവിധി. ഇതിൽ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം അല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യഥാവിധി. യഥാവിധി എന്ന് പറയുന്നത് അവ്യയീഭാവ സമാസമാണ്. പൂർവ്വപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യയീഭാവ സമാസം. അപ്പൊ യഥാവിധി എന്ന് പറയുന്നത് വിഗ്രഹിച്ചെഴുതുമ്പോൾ വിധി പോലെ എന്നാണ് വരുന്നത്. അപ്പോൾ ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഏത്? യഥാവിധി. ബാക്കിയുള്ളതെല്ലാം ഏത്? ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണമാണ്. 4-5, രാപ്പകൽ, ജരാനര. ഇതിൽ 4-5 വിഗ്രഹിച്ചെഴുതുമ്പോൾ 4ഓ 5ഓ. ഇനി രാപ്പകൽ വിഗ്രഹിച്ചെഴുതുമ്പോൾ രാവും പകലും. ജരാനര വിഗ്രഹിച്ചെഴുതുമ്പോൾ ജരയും നരയും. അടുത്ത 68ാമത്തെ ചോദ്യം.
കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത്? കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം ഏത്? ഉത്തരം കവയിത്രി. കവി, കവയിത്രി. അടുത്തത് 69ാമത്തെ ചോദ്യം, ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു ശരിയായ വാക്യമാണ്. അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു എന്ന് പറയുന്നതാണ് ശരിയായ വാക്യം. അതിൽ ഒരു തെറ്റായ വാക്യം ഒന്ന് പറയാം. അധ്യാപകർ പഠിപ്പിക്കുകയോ കുട്ടികൾ പഠിക്കുകയും ചെയ്തു. അത് എന്താണ്? തെറ്റായ വാക്യമാണ്. എങ്ങനെയാണ്? പഠിപ്പിക്കുകയോ പിന്നെ പഠിക്കുകയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെ ശരിയാക്കാം? അധ്യാപകർ പഠിപ്പിക്കുകയോ കുട്ടികൾ പഠിക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ ഇവിടുത്തെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. അധ്യാപകർ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കുകയും ചെയ്തു ശരിയായ വാക്യം. 70ാമത്തെ ചോദ്യം, മൂച്ചി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, മാവ്. അടുത്തത് 71ാമത്തെ ചോദ്യം, തെറ്റായ പദം ഏത്? തെറ്റായ പദം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഒന്നാമത്തേത് പ്രസ്താവന. പ്രസ്താവന. 2 അധിഷ്ഠിതം. അധിഷ്ഠിതം. 3 വ്യത്യസ്തം. വ്യത്യസ്തം. 4 പലവ്യഞ്ജനം. പലവ്യഞ്ജനം. ഇതായിരുന്നു 4 ഓപ്ഷൻസ്. ഇതിൽ ഏതാണ് തെറ്റായ പദം എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വ്യത്യസ്തം. വ്യത്യസ്തം എന്ന് എഴുതേണ്ടത് തായാണ് വരേണ്ടത്, വ്യത്യസ്തം. അടുത്ത 72ാമത്തെ ചോദ്യം, ഫ്രം എന്നതിന് തുല്യമായ, ഫ്രം എന്നതിന് തുല്യമായ മലയാള പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പ്രേക്ഷകൻ. പ്രേക്ഷകൻ. അടുത്തത് 73ാമത്തെ ചോദ്യം, സന്നിഭം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സന്നിഭം. സന്നിഭം എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, തുല്യം. തുല്യം. അടുത്ത ചോദ്യം 74ാമത്തെ ചോദ്യം, തെറ്റില്ലാത്ത പദം ഏത്? തെറ്റില്ലാത്ത പദം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഉദ്ഘാടനം, ഐച്ഛികം, കുടിശ്ശിക, യാദൃച്ഛികം. ഇതിൽ തെറ്റില്ലാത്ത പദം ഏത്? അതായത് ശരിയായ പദം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, യാദൃച്ഛികം. ബാക്കി 3ഉം തെറ്റാണ്. എങ്ങനെയാണ് ശരിയാക്കേണ്ടത്? ഉദ്ഘാടനം എന്ന് എഴുതുമ്പോൾ ദായാണ് വരേണ്ടത്. ഉദ്ഘാടനം. അടുത്ത ഐച്ഛികം എന്ന് പറയുമ്പോൾ ചാ തെറ്റിപ്പോയി, ഐച്ഛികം. അടുത്ത കുടിശ്ശിക എന്ന് പറയുമ്പോൾ 2 ഷാ വരണം, പിന്നെ അവസാനം കായാണ്, കുടിശ്ശിക. അടുത്ത 75ാമത്തെ ചോദ്യം പരിഭാഷയാണ്. വെൻ പിഗ്സ് ഫ്ലൈ. വെൻ പിഗ്സ് ഫ്ലൈ. ഈ ഇംഗ്ലീഷ് പ്രയോഗത്തിന്റെ അർത്ഥം എന്തെന്നാണ് ചോദ്യം. വെൻ പിഗ്സ് ഫ്ലൈ എന്നതിന്റെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സംഭവിക്കാൻ സാധ്യത തീരെ കുറഞ്ഞത്. സംഭവിക്കാൻ സാധ്യത തീരെ കുറഞ്ഞത്. 76ാമത്തെ ചോദ്യം, ശരിയായ രൂപം ഏത്? നിഘണ്ടു എന്നാണ് എഴുതേണ്ടത്. ശരിയായ രൂപം ഏതെന്നാണ് ചോദ്യം. നിഘണ്ടു. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, നിഘണ്ടു. 77ാമത്തെ ചോദ്യം, ലോക പരിജ്ഞാനം കുറവുള്ള ആൾ എന്ന അർത്ഥം വരുന്ന പ്രയോഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി, കൂപമണ്ഡൂകം. അടുത്ത 78ാമത്തെ ചോദ്യം, തെറ്റായ ജോഡി ഏത്? വിപരീത പദങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ ആയം വ്യയം. ആയം വിപരീതം വ്യയം. ഓപ്ഷൻ ബി ഉദ്ഗ്രഥനം വിപരീതം അപഗ്രഥനം. ഓപ്ഷൻ സി ഏകം വിപരീതം ദ്വിത്വം. ഓപ്ഷൻ ഡി കൃതജ്ഞത വിപരീതം കൃതജ്ഞത. ഇതിൽ തെറ്റായ ജോഡി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഏകം വിപരീതം ദ്വിത്വം എന്നാണ് തന്നിട്ടുള്ളത്. തെറ്റാണ്. ഏകം എന്ന പദത്തിന്റെ വിപരീത പദമാണ് അനേകം. അടുത്ത 79ാമത്തെ ചോദ്യം, ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. 1 വിണ്ണാറ്, വിണ്ടലം, വെണ്ണീറ്, വെഞ്ചാമരം. ഇതിൽ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. 2 വർണ്ണങ്ങൾ ചേരുമ്പോൾ ഒരു വർണ്ണം വന്നു ചേരുന്നു, മറ്റൊരു വർണ്ണം
കുറഞ്ഞു പോകുന്നു. അതാണ് ആദേശസന്ധി. ഇതിൽ ആദേശസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ ആണ്. വിണ്ണാറ്. വിണ്ണാറ് എന്ന പദം പിരിച്ചെഴുതുമ്പോൾ വരുന്നത് വിണ്ണ് പ്ലസ് ആറ്. അപ്പൊ ഇതിൽ എന്താണ്? ചന്ദ്രകല സമ്പ്രദോകാരം ലോപിച്ചു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ആദേശസന്ധി അല്ല. അടുത്ത വിണ്ടലം. വിൺ പ്ലസ് തലം എന്നാണ് വിണ്ടലം പിരിച്ചെഴുതേണ്ടത്. അത് ശരിയാണ്, ആദേശസന്ധിയാണ്. വിൺ പ്ലസ് തലം. അടുത്ത വെണ്ണീർ ആദേശസന്ധിയാണ്. വെൺ പ്ലസ് നീർ. അടുത്തത് വെൺചാമരം പിരിച്ചെഴുതുമ്പോൾ വെൺ പ്ലസ് ചാമരം ആദേശസന്ധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 80ാമത്തെ ചോദ്യം. കളേബരം, തനു, വപുസ്, ഗാത്രം ഇവ ഏത് പദത്തിന്റെ പര്യായ പദങ്ങളാണ്? കളേബരം, തനു, വപുസ്, ഗാത്രം ഇവ ഏത് പദത്തിന്റെ പര്യായ പദങ്ങളാണ്? ഉത്തരം ഓപ്ഷൻ ബി ശരീരം. അപ്പോൾ 20 മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇനി അടുത്ത് വരുന്നത് 20 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. അതിൽ 81ാമത്തെ ചോദ്യം. ചൂസ് ദി കറക്റ്റ് ആർട്ടിക്കിൾ. സെന്റൻസ് ഇതാണ്. ഡാഷ് ലിറ്റിൽ പേഷ്യൻസ് മേക്സ് ഓൾ ദി ഡിഫറൻസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. എ ലിറ്റിൽ പേഷ്യൻസ് മേക്സ് ഓൾ ദ ഡിഫറൻസ്. അടുത്ത 82ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദ പാസീവ് വോയിസ്. തന്നിട്ടുള്ളതിൽ പാസീവ് വോയിസ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ ഹി വാസ് കോൾഡ് എ ലയർ. ഓപ്ഷൻ ബി ദേ കോൾഡ് ഹിം എ ലയർ. ഓപ്ഷൻ സി ഹി ലൈഡ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. തന്നിട്ടുള്ളതിൽ പാസീവ് വോയിസ് ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹി വാസ് കോൾഡ് എ ലയർ. അടുത്ത 83ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ്. കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന വാക്ക് ഏതാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സിയും ഡിയും. അതായത് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ 2 സ്പെല്ലിംഗ് ശരിയാണ്. അപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല. ABCD എന്നാണ് തന്നിട്ടുള്ളത്. അതിൽ 2 സ്പെല്ലിംഗ് ശരിയാണ്. ഒന്നാമത്തെ സ്പെല്ലിംഗ് ഇതാണ്. എംബറാസിങ്. EMBARRASSING. എംബറാസിങ്. അത് ശരിയാണ് തന്നിട്ടുള്ളത്. എംബറാസിങ് ശരിയാണ്. മറ്റൊരു വാക്കാണ് സ്റ്റാമർ. STAMMER. സ്റ്റാമർ. വിക്ക് എന്നർത്ഥം വരുന്ന വാക്കാണ് സ്റ്റാമർ. അതും ശരിയാണ്. അപ്പോൾ 2 ഓപ്ഷൻ ശരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇതിന് ഉത്തരം വരുന്നില്ല. എന്നാൽ അടുത്ത 2 ഓപ്ഷൻ തെറ്റാണ്. ഓപ്ഷൻ എ വാക്വം എന്നാണ്. വാക്വം. വാക്വത്തിന്റെ സ്പെല്ലിങ് VACUUM എന്നാണ്. VACUUM. വാക്വം. അടുത്ത സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റിന്റെ സ്പെല്ലിങ് SCPARATE എന്നാണ്. സെപ്പറേറ്റ്. ഇത് രണ്ടുമാണ് തെറ്റിച്ച് തന്നിട്ടുള്ളത്. ബാക്കി 2 ശരിയായിരുന്നു. എന്നാൽ അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് ഇതിന് ഉത്തരം ഇല്ല. എംബ്രാസിങ് ശരിയാണ്. സ്റ്റാമറും ശരിയാണ്. ബാക്കി 2 നമ്മൾ തെറ്റിച്ചാണ് തന്നത്. അതെന്താണ് ശരിയാക്കി പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 84ാമത്തെ ചോദ്യം. 84ഉം 85ഉം ചോദ്യങ്ങൾ തെറ്റായ ഭാഗം കണ്ടുപിടിക്കാനായിരുന്നു. അതായത് ഈച്ച് സെന്റൻസ് ഹാസ് 3 പാർട്സ് മാർക്ക്ഡ് A, B and C that are underlined. Find the part with the error. തന്നിട്ടുള്ള സെന്റൻസിലെ തെറ്റായ ഭാഗം ഏത് എന്നാണ് ചോദ്യം. സെന്റൻസ് ഇതാണ്. Some teachers believe that punishment is the only way to resolve the classroom management issues. ഇതിൽ some teachers believe A പാർട്ടാണ്. അടുത്ത that punishment is the only way B പാർട്ടാണ്. To resolve the classroom management issues C പാർട്ടാണ്. പിന്നെ D ഓപ്ഷൻ എന്ന് പറയുമ്പോൾ no error എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ തെറ്റായ ഭാഗം ഏതെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് സി പാർട്ടാണ് ഇതിൽ തെറ്റ് വരുന്നത്. ടു റിസോൾവ്ഡ് എന്ന് പറയില്ല. ടു റിസോൾവ് മതി. ടു റിസോൾവ്. അടുത്തത് 85ാമത്തെ ചോദ്യം സെയിം പാറ്റേണിലാണ് വരുന്നത്. റേച്ചൽ കാഴ്സൺസ് സൈലന്റ് സ്പ്രിംഗ് എക്സ്പോസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ് ത്രൂ ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. ഇതിൽ എന്താണ് എ പാർട്ട് എന്ന് പറയുമ്പോൾ റേച്ചൽ കാഴ്സൺ സൈലന്റ് സ്പ്രിംഗ് എ പാർട്ട്. എക്സ്പോസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്സ് എന്ന് പറയുമ്പോൾ ബി പാർട്ടാണ് വരുന്നത്. അടുത്ത ത്രൂ ദി വൈഡ് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ സി പാർട്ട്. യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഡി പാർട്ട്. ഇതിൽ ഏത് ഭാഗത്താണ് തെറ്റ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. എക്സ്പോസ്ഡ് ഡിസ്ട്രക്ഷൻ ഓഫ് വൈൽഡ് ലൈഫ്സ് എന്ന് വേണ്ട, വൈൽഡ് ലൈഫ് എന്ന് മതി. അടുത്തത് 86ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദി കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ്. ഉത്തരം ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇഫ് യു ഗോ ഔട്ട് ഇൻ ദ റെയിൻ യു വിൽ ഗെറ്റ് വെറ്റ്. ഇഫ് യു ഗോ ഔട്ട് ഇൻ ദ റെയിൻ യു വിൽ ഗെറ്റ് വെറ്റ്. WET വെറ്റ്. അതാണ് ശരിയായ ഉത്തരം. 87ാമത്തെ ചോദ്യം. സ്പോട്ട് ദ എറർ ഫ്രീ സെന്റൻസ് എമംഗ് ദ ഫോളോയിങ് സെന്റൻസസ്.
ശരിയായ വാക്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, ഹി വാസ് ബേസിക്കലി ആൻ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഹി വാസ് എ പാട്രൺ ഓഫ് ആർട്സ്. മൂന്നാമത്തെ ഓപ്ഷൻ, യു ഹാവ് ടു കോപ്പ് അപ്പ് വിത്ത് ദ സ്ട്രെസ് ഓഫ് വർക്ക്. നാലാമത്തെ ഓപ്ഷൻ, ഹിസ് കസിൻ ബ്രദർ വാസ് എ പോയറ്റ്. ഇതിൽ ശരിയായ വാക്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഹി വാസ് എ പാട്രൺ ഓഫ് ആർട്സ് ശരിയായ സെന്റൻസ് ആണ്. ബാക്കിയുള്ളതിലെ തെറ്റ് നോക്കാം. ഹി വാസ് ബേസിക്കലി ആൻ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. ഇവിടെ ആൻഡ് എന്നല്ല ആൻ എന്നാണ് വരേണ്ടത്. ഹി വാസ് ബേസിക്കലി ആൻ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. അടുത്തത്, യു ഹാവ് ടു കോപ്പ് അപ്പ് വിത്ത് ദ സ്ട്രെസ് ഓഫ് വർക്ക്. കോപ്പ് അപ്പ് വിത്ത് എന്ന് പറയില്ല, കോപ്പ് വിത്ത് എന്ന് മതി. ഇതിൽ അപ്പ് വേണ്ട. അടുത്തത്, ഹിസ് കസിൻ ബ്രദർ വാസ് എ പോയറ്റ്. കസിൻ ബ്രദർ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രദർ പറയില്ല, കസിൻ എന്ന് മതി. ഹിസ് കസിൻ വാസ് എ പോയറ്റ്, ബ്രദർ വേണ്ട. ഇങ്ങനെയായിരുന്നു ബാക്കി ശരിയാക്കേണ്ടത്. 89ാമത്തെ ചോദ്യം, വിച്ച് സെന്റൻസ് യൂസസ് ക്യാപിറ്റൽസ് ഇൻകറക്ട്ലി. 4 സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ഇൻകറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഹി വാസ് ബോൺ ഇൻ ഡൽഹി. അടുത്ത രണ്ടാമത്തേത്, ഹിസ് നെയിം ഈസ് ഖാൻ. മൂന്നാമത്തേത്, ലോർഡ് ബൈറൺ ഈസ് ആൻ ഇംഗ്ലീഷ് പോയറ്റ്. നാലാമത്തേത്, ഐ റീഡ് അബ്രിഡ്ജ്ഡ് വേർഷൻസ് ഓഫ് ബുക്സ്. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ഇൻകറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഓപ്ഷൻ ഡി ആണ്, അബ്രിഡ്ജ്ഡ് വേർഷൻസ്. ഇവിടെ സ്മോൾ ലെറ്റർ എ മതി, സ്മോൾ ലെറ്റർ ബി മതി. അടുത്തത് 90ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് ദ മീനിങ് ഓഫ് ദി ഫോളോയിങ് ഫ്രേസ്. ഹെർ എക്സ്പീരിയൻസ് ലെഫ്റ്റ് ഹെർ ഷെൽ ഷോക്ക്ഡ്. ഫ്രേസ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഷെൽ ഷോക്ക്ഡ് ആണ്. ഷെൽ ഷോക്ക്ഡ്. ഉത്തരം, ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഷീ വാസ് ട്രോമറ്റൈസ്ഡ്. ട്രോമറ്റൈസ്ഡ്, TRAUMATIZED. ഒന്നുകൂടി സെന്റൻസ് പറയാം. ഹെർ എക്സ്പീരിയൻസ് ലെഫ്റ്റ് ഹെർ ഷെൽ ഷോക്ക്ഡ്. ഇവിടുത്തെ ഫ്രേസ് ഷെൽ ഷോക്ക്ഡ് ആണ്. ഷെൽ ഷോക്ക്ഡ് എന്ന് പറയുമ്പോൾ മാനസിക ആഘാതമാണ് വരുന്നത്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഷെൽ ഷോക്ക്ഡിന്റെ ശരിയായ ഫ്രേസ് വരുന്ന അർത്ഥം വരുന്നത് ട്രോമറ്റൈസ്ഡ് ആണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഷീ വാസ് ട്രോമറ്റൈസ്ഡ്. ട്രോമറ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക. അപ്പോൾ ആഘാതവും മുറിവേൽക്കുക രണ്ടും ഒരേ അർത്ഥമാണ് വരുന്നത്. 91ാമത്തെ ചോദ്യം, ടീച്ചിങ് അറ്റ് ദ ലോക്കൽ കോളേജ് ഈസ് ഹിസ് ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബ്രെഡ് ആൻഡ് ബട്ടർ. അതായത് കോളേജിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഉപജീവന മാർഗമാണ്. അതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ബ്രെഡ് ആൻഡ് ബട്ടർ. 92ാമത്തെ ചോദ്യം, ദ മാഗസിൻ ഹാസ് ബീൻ ഡാഷ് സിൻസ് ഇറ്റ്സ് ന്യൂ ഡയറക്ടർ ടുക്ക് ഓവർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഔട്ട് ഓഫ് പ്രിന്റ്. ദ മാഗസിൻ ഹാസ് ബീൻ ഔട്ട് ഓഫ് പ്രിന്റ് സിൻസ് ഇറ്റ്സ് ന്യൂ ഡയറക്ടർ ടുക്ക് ഓവർ. 93ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. സെന്റൻസ് ഇതാണ്, ഷീ ആസ്ക്ഡ് ഹെർ ഫ്രണ്ട് ടു ഡാഷ് ടു ഇംഗ്ലണ്ട് ഫോർ എ ഹോളിഡേ. ഉത്തരം ഓപ്ഷൻ എ, സ്റ്റോപ്പ് ഓവർ. She asked her friend to stop over to England for a holiday. 94ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ഫോം ഓഫ് ദി ഫോളോയിങ് സെന്റൻസ്. സെന്റൻസ് ഇതാണ്, ജോൺ സെഡ് ഇറ്റ് ഹാസ് ബീൻ പ്ലസന്റ് മീറ്റിംഗ് യു. ഇനി ഇതിന്റെ കറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ഉത്തരം ഓപ്ഷൻ എ ആണ്, ജോൺ റിമാർക്ക്ഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ പ്ലസന്റ് മീറ്റിംഗ് ഹെർ. അടുത്തത് 95ാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദി വെർബ്. സെന്റൻസ് ഇതാണ്, ഐ ഡാഷ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, റിസീവ്ഡ്. ഐ റിസീവ്ഡ് ഹിസ് ലെറ്റർ എ വീക്ക് എഗോ. അടുത്ത 96ാമത്തെ ചോദ്യം, ചൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. സെന്റൻസ് ഇതാണ്, യു ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡു യു. ക്വസ്റ്റ്യൻ ടാഗ് ഡു യു. 97ാമത്തെ ചോദ്യം, ചൂസ് ആൻ അപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ്. സെന്റൻസ് ഇതാണ്, ഐ വാണ്ട് ടു ഹാവ് എ കപ്പ് ഓഫ് ഡാഷ് ടീ. ഉത്തരം ഓപ്ഷൻ ബി, സ്ട്രോങ്. ഐ വാണ്ട് ടു ഹാവ് എ കപ്പ് ഓഫ് സ്ട്രോങ് ടീ. അടുത്തത് 98ാമത്തെ ചോദ്യം, അതൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതാനുള്ളതായിരുന്നു. അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇന്ന് നടന്ന ഒരു LD ടൈപ്പിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ആ പാരഗ്രാഫിൽ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് ആവശ്യമില്ല. അത് പോയിട്ട് ബാക്കി 2 ക്വസ്റ്റ്യനാണ് പറയുന്നത്. 99ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ഐസൊലേറ്റഡ്. ഉത്തരം ഓപ്ഷൻ എ, സെക്ലൂഡഡ്. സെക്ലൂഡഡ്. ഐസൊലേറ്റഡിന്റെ സിനോണിമാണ് സെക്ലൂഡഡ്. അടുത്ത 100ാമത്തെ ചോദ്യം, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് വെരി സ്ട്രേഞ്ച്. വെരി സ്ട്രേഞ്ച് എന്നർത്ഥമുള്ള പദം ഏതെന്നാണ് ചോദ്യം. അത് പാസേജിൽ നിന്നുള്ളതായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, ഔട്ട്ലാൻഡിഷ്. ഔട്ട്ലാൻഡിഷ്.
ഔട്ട്ലാൻഡിഷ്. അപ്പോൾ എന്താണ്? വെരി സ്ട്രെയിഞ്ച് എന്നർത്ഥം വരുന്ന പദം ഔട്ട്ലാൻഡിഷ്. ഇങ്ങനെ 20 മലയാളം, 20 ഇംഗ്ലീഷ്, 10 GK ക്വസ്റ്റ്യൻ ആണ് നമ്മളിന്ന് നോക്കിയത്.